ഹലോ, ദ വീൽ ഓഫ് ഫോർച്യൂൺ 7/7 ടാരോട്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിന്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ, നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിങ്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. റീഡിങ്സ് ജനറലൈസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസണേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, കുറച്ച് ദിവസമായിട്ട് നമുക്ക് റീഡിങ്സ് ഒന്നും ഇല്ലായിരുന്നു. 2 ദിവസം കൂടിയാണ് ഇന്നൊരു വീഡിയോ ഇട്ടതെന്ന് തോന്നുന്നു. കാരണം ഭയങ്കരമായിട്ടും സൗണ്ടിന്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. എനിക്ക് ജലദോഷമായിരുന്നു നന്നായിട്ട്. ഇപ്പോൾ ഞാൻ റീഡിങ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാത്തിനും അവസാനം കുറേ മെസ്സേജസ് വരുന്നുണ്ട്, പ്ലീസ് റീഡിങ് ഇടൂ. അതുകൊണ്ട് നമ്മൾ ഇന്നൊരു റീഡിങ് ചെയ്യാണ്. പ്രത്യേകിച്ച് ടോപ്പിക് ഒന്നും കിട്ടാത്തപ്പോഴേക്കും ഒരു കമന്റ് സെക്ഷനിൽ ഒരു ടോപ്പിക് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ടോപ്പിക്കിന്റെ ബേസിൽ അതിലിങ്ങനെ ആയിരുന്നു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ കറന്റ് ഫീലിങ്സ് ചെയ്യാനായിട്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആളുകൾക്ക് ആവശ്യമുള്ള എനർജിയാണ്. എല്ലാവരും സെപ്പറേഷനിലൊക്കെ ആയിരിക്കുമല്ലോ, അപ്പം ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ നിങ്ങൾ നന്നായിട്ട് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക 3 ടൈംസ്. നിങ്ങളുടെ പേഴ്സണെ കുറിച്ചൊരു ചിന്തിക്കുക, 3 ടൈംസ് അവരുടെ പേര് പറയുക. ഓക്കെ, ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ എൻ്റെ വ്യൂവേഴ്സിന്റെ പേഴ്സന്റെ നോ കോണ്ടാക്ട് സെപ്പറേഷൻ ബ്രേക്കപ്പ് സിറ്റുവേഷൻസിൽ എൻ്റെ വ്യൂവേഴ്സിന്റെ പേഴ്സന്റെ കറന്റ് ഫീലിങ്സ് എന്താണ്? ദ മൂണിന്റെ എനർജീസ് ആണ് ഫസ്റ്റിലെ നമുക്ക് വന്നിട്ടുള്ളത്. ദെൻ ഇവിടെ വന്നിട്ടുള്ളത് ഏസ് ഓഫ് പെന്റിക്കിൾസ്. ഓക്കെ, ഫസ്റ്റ് കാർഡ് നമുക്ക് ഇവിടെ സയൻസ് വന്നിട്ടുള്ളത് വെച്ചാൽ പൈസസിന്റെ എനർജീസ് ആണ് കേട്ടോ. പൈസസ് വാട്ടർ സൈൻ ആണ്, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജീസ്. പക്ഷെ പൈസസ് ഇവിടെ പ്രോമിനന്റ് ആയിട്ടാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ദെൻ പിന്നെ ഉള്ളത് ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, എർത്ത് സൈൻ. ഓക്കെ, സോ അപ്പം പ്രസന്റ് സിറ്റുവേഷനിൽ നിങ്ങൾ തമ്മിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ സെപ്പറേഷൻ അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻസ് ആണെങ്കിൽ ഈ ഒരു വ്യക്തി ഈ ഒരു സിറ്റുവേഷൻസിൽ നമ്മൾ പറയത്തില്ലേ, ഇവിടെ കുറെ കാര്യങ്ങൾ ഈ ഒരു വ്യക്തി ഹൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ അടുത്തുനിന്ന്. കുറെ കാര്യങ്ങൾ ഇവിടെ ഹൈഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്കും അത് മനസ്സിലായിട്ടുണ്ടാവും. യെസ്, ഈ ഒരു വ്യക്തി എൻ്റെ അടുത്തുനിന്ന് കുറെ കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട്. എന്താ പറയുക, ഒരു മേ ബി അത് എന്തും ആവാം. ഈ ഒരു ടൈമിൽ ഇത് ക്ലാരിഫൈ ചെയ്യാത്തത് കൊണ്ട് നമ്മളിത് ഒന്നും നോക്കുന്നില്ല. ബട്ട് നമുക്കിത് ക്ലാരിഫൈ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടും. എന്താണ് ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്യുന്നതെന്നുള്ളത്. ഒരു പക്ഷേ ഈ ഒരു വ്യക്തിയുടെ ഫിയർ ആകാം, അല്ലെങ്കിൽ ആൻസൈറ്റി ആവാം. സോ ആ ഒരു എനർജി, അല്ലെങ്കിൽ എന്താ പറയാ, ഇവർക്ക് നിങ്ങളോടുള്ള ഒരു ഇമോഷൻസ് ആവാം, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ടുള്ള ഒരു കൺഫ്യൂഷൻ ആവാം. ഇതൊക്കെ ആവാം. നമ്മളൊരു എക്സാമ്പിൾ ആണ് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ ഒരു ഗൈഡ്, ഒരു ഇൻറ്റ്യൂഷൻ ആണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെയാണ് പൊതുവെ ആളുകൾ ഹൈഡ് ചെയ്യാറുള്ളത്. അപ്പം സോ ഈ ഒരു മൂൺ വളരെയധികം ഡൗൺ ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ ഒരു മൂൺ ഷൈൻ ചെയ്യുന്നുണ്ട്, ബട്ട് അതിന്റെ ഇൻസൈഡ് അത് വളരെയധികം ഡൗൺ ആണ്. അത് മറ്റുള്ളവർ നോക്കുമ്പോൾ അത് ഷൈൻ ചെയ്ത് നിൽക്കുന്നുണ്ട്, ബട്ട് ഡീപ്പ് ഇൻസൈഡ് അത് വളരെയധികം ഡൗൺ ആണ്, ആൻസൈറ്റിയിലാണ്, ഡിപ്രഷനിലാണ്. സോ ആ ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഐ തിങ്ക് ഫോർ സം ഓഫ് യു വളരെ റെയർ ആയിട്ടുള്ള ഒരു കേസിൽ ഈ ഒരു കണക്ഷനെ കൊണ്ടുപോകാനും വേണ്ടിയിട്ട് അത്രയ്ക്കും ഒരു ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു എനർജി, ഒരു ഇമോഷണൽ വൾണറബിലിറ്റി ഈ ഒരു കണക്ഷനിൽ ഉണ്ടാവില്ല ഈ ഒരു വ്യക്തിക്ക്. അതുകൊണ്ടാവണം ഈ ഒരു വ്യക്തി ജസ്റ്റ് റീസെന്റ് ആയിട്ട് ഈ ഒരു കണക്ഷനിൽ നിങ്ങളുമായിട്ട് ഒരു സെപ്പറേഷനിൽ പോയിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവാതിരുന്നിട്ടുള്ളതിനൊരു റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇപ്പം പ്രസന്റ് എനർജീസ് ഈ ഒരു വ്യക്തിയുടെ നോക്കുവാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, യെസ് ഈ ഒരു വ്യക്തി ഭയങ്കര ഹാപ്പിയാണ് ഇവരുടെ ലൈഫിൽ. ഇവര് വളരെ ഗുഡായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, ആഘോഷിക്കുന്ന സോഷ്യൽ മീഡിയയിൽ പോസ്റ്റേഴ്സ് ഇടുന്നുണ്ടാവാം, ഹാപ്പി ആയിട്ടിരിക്കുന്ന നിങ്ങൾ കാണുന്നുണ്ടാവും ഫാമിലി ആയിട്ടൊക്കെ, അല്ലെങ്കിൽ ഇവര് കറങ്ങി നടക്കുന്നതിന്റെ ട്രാവലിംഗ് പോസ്റ്റേഴ്സ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ടാവും. ബട്ട് എന്നാലും ഈ ഒരു വ്യക്തി ഇപ്പൊ കാണിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻസ്, നിങ്ങളുടെ മുന്നിൽ വരുന്ന ആ ഒരു സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് റിയൽ ആയിട്ടുള്ളതല്ല. അത് ജസ്റ്റ് ആളുകളുടെ മുന്നിൽ കാണിക്കാനായിട്ടുള്ള ഒരു എനർജീസ്. ശരിക്കും ഈ ഒരു വ്യക്തി വളരെ ഡൗൺ ആണ്, ആൻസൈറ്റിയിലാണ്, ഡിപ്രഷനിലാണ്. പക്ഷെ നിങ്ങൾ നോക്കുമ്പോഴേക്കും ഇവർക്ക് ഭയങ്കരമായിട്ട് ഇമോഷൻസിനെ ഹൈഡ് ചെയ്ത് വെക്കാനായിട്ടുള്ള ഒരു കഴിവ് പ്രത്യേകമുണ്ട്. അപ്പം ആ ഒരു കഴിവാണ് ഇവിടെ ഈ ഒരു വ്യക്തി മറ്റുള്ളവരുടെ മുന്നിൽ, കാരണം വളരെ ഇമേജ് കോൺഷ്യസ് ആണ് നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തി. മറ്റുള്ളവർ അവരുടെ ഫീലിങ്സോ ഇമോഷൻസോ ഒന്നും മനസ്സിലാക്കരുത് എന്ന് വിചാരിക്കുന്ന ഒരു പേഴ്സൺ ആണ്. അങ്ങനെ ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ,
സോ അങ്ങനത്തെ ഒരു എനർജീസ് ഇവിടെ സംതിങ് റിലേറ്റഡ് ടു കമ്മിറ്റ്മെന്റ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് തരാതെ ഇരുന്നിട്ടുണ്ടാവാം. ഇവിടെ കമ്മിറ്റ്മെന്റ് എനർജീസ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. കമ്മിറ്റ്മെന്റ് ഇഷ്യൂസും നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുമാത്രമല്ല നിങ്ങൾ ഒത്തിരിയധികം ഫൈനാൻഷ്യലി, ഒരു വ്യക്തി വളരെയധികം ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉള്ള ടൈമിൽ നിങ്ങൾ ഒത്തിരിയധികം പൈസയൊക്കെയും കൊടുത്ത് ഈ ഒരു വ്യക്തിയെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവാം. പല തരത്തിലും നിങ്ങൾ ഈ ഒരു വ്യക്തിയെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. കാരണം ഒരു റിലേഷനിൽ നിൽക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി, പ്രത്യേകിച്ച് ഫീമെയിൽസ്, അത് ഭയങ്കരമായിട്ടും ഒരു എനർജീസ് ആണ്. അവർ ഭയങ്കരമായിട്ട് ഇന്റൻസ് ആയിട്ട് ഇമോഷണലി കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന ആ ഒരു ടൈമിൽ എന്ത് പറഞ്ഞാലും അത് ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളും ആ ഒരു വ്യക്തിയുടെ ആ ഒരു ഹാർഡ്ഷിപ്പ്, എന്റെ പേഴ്സണല്ലേ, പുള്ളി സങ്കടപ്പെട്ട് കഴിഞ്ഞാൽ എനിക്കും വലിയ സങ്കടമാണെന്നുള്ള ഒരു എനർജീസ്. അപ്പം അങ്ങനെയെങ്കിലും ആള് ഓക്കെ ആവട്ടെ, അല്ലെ കണക്ഷൻ ഓക്കെ ആവട്ടെ എന്നുള്ള രീതിക്ക് നിങ്ങൾ ഇവരെ ഒത്തിരിയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ ഈ ഒരു ടൈമിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള ആ ഒരു പൈസയോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഒന്നും തന്നെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളോ ഒന്നും തന്നെ ഇവിടെ ഈ ഒരു കണക്ഷനിൽ നിന്ന് കിട്ടിയിട്ടില്ല. നിങ്ങളെ അതേസമയം സ്റ്റെപ്പ് ബാക്ക് ചെയ്തിരിക്കുകയും ചെയ്യുന്ന ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഈ ഒരു വ്യക്തിയുടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, 1 minute. ഒരു കാർഡ് താഴെ പോയി. ചില സമയത്ത് ലൈറ്റ് വരുന്നുണ്ടാവും, ചില സമയത്ത് ലൈറ്റേ വരുന്നുണ്ടാവില്ല. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. എന്റെ വ്യൂവേഴ്സിന്റെ പേഴ്സന്റെ കറന്റ് ഫീലിംഗ്സ് എന്താണ് നോ കോൺടാക്ട് സിറ്റുവേഷൻസിൽ? പ്ലീസ് ഡിവൈൻ, പ്ലീസ് ഗൈഡ് മീ. പ്ലീസ് ഗിവ് മീ accurate message. Divine, please guide me. Please guide me, universe. Please guide me, angels. Queen of Cups. And then here is Hanged Man. Then King of Pentacles. Okay. Four of Swords. Then here is Knight of Swords. Two of Swords, the Devil, the King of Cups. King of Cups ഉം Queen of Cups ഉം സെയിം ഇവിടെ വന്നിട്ടുണ്ട്. ആൾക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ്, ഇമോഷൻസും ഒന്നും ഇതുവരെയും പോയിട്ടില്ല. ആൾക്ക് നല്ല രീതിക്ക് സ്നേഹമുണ്ട്. നിങ്ങൾ എത്രമാത്രം ഈ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നു അത്രമാത്രം ഈ ഒരു വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നമുക്കതിവിടെ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു വ്യക്തിനെ സ്നേഹിക്കുന്നില്ല, എനിക്ക് യാതൊരു തരത്തിലുള്ള ഇമോഷൻസും ഫീലിങ്സും എന്നോടില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല. ആൾക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്. രണ്ടുപേരുടെയും ഫീലിങ്സ് മ്യൂച്വൽ ആണ് ഇവിടെ. പക്ഷെ ഇവിടെ സ്നേഹം ഉണ്ടെങ്കിലും നിങ്ങൾ ഭയങ്കരമായിട്ടും ടോട്ടലി ഒരു ഫെമിനിൻ എനർജിയും നിങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഒരു മസ്കുലൻ എനർജിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സ്നേഹം ഉണ്ടെങ്കിലും അവർ ആ ഒരു സ്നേഹത്തിനെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല, അതിനെ ഹൈഡ് ആയിട്ട് വെക്കുന്ന ഒരു എനർജീസ്. അപ്പം അവർ ഏറ്റവും കൂടുതൽ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ, ഇമോഷൻസ് ഉണ്ട്, ഫീലിങ്സ് ഉണ്ടെങ്കിൽ ഇപ്പം പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരു എനർജീസിലായിരിക്കാം ആ ഒരു വ്യക്തി നിൽക്കുന്നുള്ളത്. കാരണം ഇവിടെ പാന്റിക്കിൾസിന്റെ എനർജീസ് ആണ് നമുക്ക് കൂടുതലായിട്ടും കാണാൻ പറ്റിയിട്ടുള്ളത്. ഏസ് ഓഫ് പെന്റിക്കിൾസ്, കിങ് ഓഫ് പെന്റിക്കിൾസ് ഒക്കെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു വ്യക്തി, ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള വ്യക്തിയുടെ എനർജീസ് ആണ്. കാരണം ഫാമിലി പറയുന്നത് മാത്രം കേൾക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ഫാമിലിക്ക് വേണ്ടിയിട്ട് മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തി, ആ ഒരു എനർജീസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുള്ളത്. ഓക്കെ, ദെൻ ഇവിടെ നിങ്ങൾ പലപ്പോഴും ഈ ഒരു വ്യക്തിക്ക് വേറൊരു കാര്യം അറിയാം, നിങ്ങൾ ഇത്രമാത്രം ഈ ഒരു കണക്ഷനിൽ നിന്നിട്ടുണ്ട്, അത്രമാത്രം നിങ്ങൾ ഈ ഒരു വ്യക്തിനെ ഒത്തിരിയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഇവരെ ഒത്തിരിയധികം കെയർ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ വളരെയധികം നന്നായിട്ടാണ് ഈ ഒരു വ്യക്തിയെ സ്നേഹിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ ഇവരോട് ഒത്തിരിയധികം ഒത്തിരിയധികം നിങ്ങൾക്ക് ഈ ഒരു കണക്ഷനിൽ, നമ്മളൊരു കണക്ഷനിൽ ഏറ്റവും കൂടുതൽ എന്താ വേണ്ടത്? കമ്പാഷൻ. അപ്പൊ കമ്പാഷൻ എന്നുള്ള എന്തോ അങ്ങനെ ഒരു എനർജി ഉണ്ടല്ലോ. സോ കമ്പാഷൻ ആണ്. എന്റെ മലയാളം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, ആ ഒരു എനർജീസ് ആണ്. സിമ്പതിയിലൊക്കെ നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ നിന്നിട്ടുണ്ട് ഒത്തിരി അധികം. അപ്പം ഇവർക്ക് നിങ്ങളുടെ ആ ഒരു കൈൻഡ്നെസ്, ആ ഒരു മദർലി നേച്ചർ, അതൊക്കെ ഈ ഒരു വ്യക്തിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളാണെങ്കിൽ എല്ലാവർക്കും സ്നേഹിക്കാനുള്ള കഴിവുണ്ടാവണം എന്നില്ല. ലോകത്തുള്ള എല്ലാവരും
ഇപ്പം ഇന്നത്തെ കാലത്ത് നമുക്ക് ജെനുവിൻ ആയിട്ട് സ്നേഹിക്കുന്ന ആളുകളെ കിട്ടുന്നുണ്ടാവില്ല. അപ്പം ആരെങ്കിലും എന്തെങ്കിലും ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇൻ റിട്ടേൺ ആ ഒരു സ്നേഹം വേണം തന്നെ വാശി പിടിക്കുന്ന ഒരു എനർജീസ്, അല്ലെങ്കിൽ ഇപ്പം ഒരാളെ നമ്മൾ സ്നേഹിക്കുകയാണെങ്കിൽ പോലും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അത്രയും ആത്മാർത്ഥമായിട്ട് നിൽക്കണം എന്നോ ജെനുവിൻ ആയിട്ട് നിൽക്കണം എന്നോ ഇല്ല. പക്ഷെ നിങ്ങളുടെ എനർജീസ് നോക്കുവാണെങ്കിൽ നിങ്ങൾ എപ്പോഴും എമോഷണലി സ്റ്റേബിൾ ആയിട്ട് നിന്നിട്ടുണ്ട് ഈ ഒരു കണക്ഷനിൽ. കാരണം നിങ്ങൾ ഒത്തിരി അധികം എന്താ പറയാ, ഇവരെന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും നിങ്ങൾ ഇവരോടുള്ള ഒരു ഫീലിങ്സും ഇമോഷൻസും ഒന്നും യാതൊരു തരത്തിലും എന്താ പറയാ, നിങ്ങള് നിങ്ങൾ ആ ഒരു ഫീലിങ്സും ഇമോഷൻസും അവരോടുള്ള ഒരു കെയറിങ്സും ഒന്നും തന്നെ ഇല്ലാണ്ടായി പോയിട്ടില്ല. ആ ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ ഒത്തിരി അധികം ഈ ഒരു വ്യക്തിയിൽ കോഡിപ്പെൻഡൻസിയുടെ ഒരു എനർജീസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾ ഒത്തിരി അധികം ഡിപ്പെൻഡന്റ് ആയിരുന്നു ഈ ഒരു വ്യക്തിയായിട്ട്, അതും നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നു. അപ്പം ഈ ഒരു ടൈമില് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ വർത്ത് മനസ്സിലാവുന്നുണ്ട്, നിങ്ങളുടെ വാല്യൂ മനസ്സിലാവുന്നുണ്ട്. അപ്പം നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം, നിങ്ങൾ നേരത്തെ ക്യൂൻ ഓഫ് കപ്സിന്റെ എനർജിയിലാണെങ്കിൽ ഇപ്പം ഈ ഒരു വ്യക്തി കിങ് ഓഫ് കപ്സ് ഒരു ക്യൂൻ ഓഫ് കപ്സിന്റെ എനർജിയിലാണ്. നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ട്, നിങ്ങളുമായിട്ട് ഇമോഷണലി അറ്റാച്ച്ഡ് ആവുന്നുണ്ട്. അപ്പൊ നിങ്ങളോടുള്ള ആ ഒരു സ്നേഹവും ആ ഒരു ഇമോഷൻസും ഒന്നും തന്നെ അത് സ്റ്റേബിൾ ആയിട്ട് സ്റ്റിൽ നിൽക്കുന്നുണ്ടെന്നാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുള്ളത്. ഇപ്പം നിങ്ങളുമായിട്ടുള്ള സെപ്പറേഷനിലൊന്നും തന്നെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ആ ഒരു സ്നേഹമോ ആ ഒരു സ്റ്റെബിലിറ്റിയോ അല്ലെങ്കിൽ ആ ഇമോഷൻസോ ഒന്നും തന്നെ ഇല്ലാണ്ടായിട്ടില്ല എന്നുള്ള ഒരു എനർജീസ് ആണ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കണക്ഷനിൽ ഒരു ഓൺ ആൻഡ് ഓഫ് എനർജീസ് ആണ് എപ്പോഴും ഇരുന്നിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് വരിക, ചില സമയത്ത് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ചില സമയത്ത് കമ്മ്യൂണിക്കേറ്റേ ചെയ്യുന്നുണ്ടാവില്ല ഒരു തരത്തിലും ഒരു 1 മിനിറ്റ്, ഞാൻ കുറച്ച് വെള്ളം കുടിച്ചോട്ടെ. നല്ല തൊണ്ടവേദനയാണ്, പറയുമ്പോൾ വലിയ സ്ട്രെസ്സും കാര്യങ്ങളുമാണ് കേട്ടോ. ഓക്കെ, അപ്പോ വന്നും പോയി നിൽക്കുന്ന ഒരു എനർജീസ് ആയിരിക്കും ഇവിടെ ഇവിടെ ഈ ഒരു വ്യക്തിയുടെ നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പം പക്ഷേ ഈ ഒരു വ്യക്തി ഇപ്പം ഈ ഒരു ടൈമിൽ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവാതിരിക്കുന്നു, അല്ലെങ്കിൽ എന്താ പറയാ, കണക്റ്റഡ് ആവാതിരുന്നിട്ട് നിങ്ങൾ സെപ്പറേറ്റഡ് ആവുന്നു, അല്ലെങ്കിൽ ഒരു പ്രത്യേക റീസൺസ് ഒന്നും വേണ്ട ഈ ഒരു വ്യക്തി നിങ്ങളോട്ട് കണക്റ്റഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഒരു റീസൺ ഇല്ലാതെ തന്നെ നിങ്ങൾ തമ്മിൽ മിണ്ടാതിരിക്കുന്നുണ്ടാവാം. ചിലപ്പം ഈഗോ ക്ലാഷസ് ആവാം, ആ ഒരു എനർജി കൊണ്ടാവാം. ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു എനർജീസ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ആക്ഷൻ എടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. നമ്മൾ പറയില്ലേ, ചില ആളുകൾ അങ്ങനെയാണ്, എടുത്തുചാട്ടമായിരിക്കും, ഒരു കാര്യങ്ങൾ അങ്ങോട്ട് ചിന്തിക്കുന്നുണ്ടാവില്ല, പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുക്കുന്നുണ്ടാവും, പെട്ടെന്ന് മുറി രണ്ടെന്നുള്ള ഒരു എനർജി. ഇപ്പം ഇങ്ങനെയുള്ള ഒരു പ്രകൃതമായിരിക്കും നിങ്ങളുടെ പേഴ്സന്റെ. അപ്പൊ പെട്ടെന്ന് ഓരോ കാര്യങ്ങളും ചിന്തിച്ചു കൂട്ടി അന്നേരം തന്നെ ആക്ഷൻ എടുക്കുന്ന ഒരു എനർജിയാണ് എനിക്ക് നിങ്ങളുടെ പേഴ്സന്റെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്താലും അതൊരു ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവണം. പക്ഷെ ഈ ഒരു വ്യക്തി അൺഫോക്കസ്ഡ് ആണ്, റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു എനർജീസ്, അല്ലെങ്കിൽ എന്ത് കണ്ടാലും എന്ത് കേട്ടാലും അതിനെ കുറിച്ചിട്ട് മുമ്പും പിൻപും ചിന്തിക്കാതെ പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുക്കുന്ന ഒരു എനർജീസ് ആണ് എനിക്കിവിടെ നിങ്ങളുടെ പേഴ്സന്റെ ഫീൽ ചെയ്യുന്നുള്ളത് കേട്ടോ. അപ്പം ഇങ്ങനെ ഒരു എനർജീസിന്റെ ഉടമയാണ് നിങ്ങളുടെ പേഴ്സൺ. ഈ ഒരു ടൈമിലും ഇയാളും സ്റ്റക്കാണ് ഈ ഒരു കണക്ഷനിൽ. ശരിക്കും പറഞ്ഞാൽ ഇയാളും സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്, മൂവ് ചെയ്തിട്ടില്ല. സോ അപ്പം ഇപ്പൊ ആയിരിക്കുന്ന സിറ്റുവേഷൻസിൽ ഈ ഒരു വ്യക്തിക്ക് എന്താ ഒരു ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ല, അൺസാറ്റിസ്ഫൈഡ് ആണ്. ഫീലിങ്സ് നമ്മൾ പറയത്തില്ലേ, ആ ഒരു എനർജീസ് അല്ല, ഫീലിങ്സിൽ അൺസാറ്റിസ്ഫൈഡ് ആണെന്നുള്ള ഒരു എനർജിയിലാണ് ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തി ഉള്ളത്. അപ്പൊ നിങ്ങൾ ഉള്ളപ്പോഴേക്കും നിങ്ങൾ ഇവർക്ക് ഒത്തിരി അധികം ഗിവർ എന്നുള്ള ഒരു എനർജിയിൽ നിന്നിട്ടുണ്ടാവാം. ബട്ട് എന്താ പറയാ, ആ ഒരു എനർജിയിൽ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റുന്നില്ല. അതേ അറ്റ് ദ സെയിം ടൈം ഇവർ ഈ ഒരു കണക്ഷനിൽ നിന്ന് മൂവ് ചെയ്യാനോ ആഗ്രഹിക്കുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ആണ് ഇവിടെ നമുക്ക് കാണാം. വേണമെങ്കിൽ ഇവരുടെ ആ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഇവർക്ക് മൂവ് ചെയ്ത് പോവാവുന്നേ ഉള്ളൂ, പക്ഷെ ഇവര് അതിന് ശ്രമിക്കുന്നില്ല. അല്ലെങ്കിൽ ഇവര് നമ്മൾ ചില കാര്യങ്ങൾ നമുക്ക് മൂവ് ചെയ്ത് പോകാം, പക്ഷെ എന്നാലും നമ്മൾ മൂവ് ചെയ്യത്തില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കണക്ഷൻ അല്ലെ, ആ ഒരു വ്യക്തിയോടുള്ള ആ ഒരു സ്നേഹം, അവർ തന്നിട്ടുള്ള ആ ഒരു മെമ്മറീസ്, ആ ഒരു മൊമെന്റ്സ് ഒക്കെ അത്ര പ്രീഷ്യസ് ആയിരിക്കും, നമുക്കത് മറന്നു പോകാൻ പറ്റുന്നുണ്ടാവില്ല. അതുകൊണ്ട് അവർ എത്രയൊക്കെ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്താലും, സിറ്റുവേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്താലും നമുക്ക് അവരെ വേണ്ട എന്നുള്ള ഒരു ഭാവത്തിൽ മുഖം തിരിച്ച് പോകാൻ പറ്റുന്നുണ്ടാവില്ല. സോ അങ്ങനത്തെ ഒരു എനർജീസ് ആണ് ഇവിടെ, ഒരു അൺഡിസൈഡഡ് ആയിട്ടുള്ള ഒരു എനർജീസ് ആണ് ഈ ഒരു വ്യക്തിയുടെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ പക്ഷെ ഈ ഒരു ടൈമിൽ എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഒരു പേഴ്സൺ ഈ ഒരു ടൈമിൽ പൂർണ്ണമായിട്ടും സറണ്ടർ ചെയ്തേക്കാണ്, ആയിരിക്കുന്ന സിറ്റുവേഷൻസിനെ സറണ്ടർ ചെയ്തിരിക്കുക. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്തുകൊണ്ടാണ് ഇവിടെ ഇത്രയും നാളായിട്ട് ഒരു സെപ്പറേഷൻ വന്നു, ഈ ഒരു വ്യക്തി ഒരു ആക്ഷനും എടുക്കുന്നില്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ അതിനൊരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഒരു കാര്യത്തിന് ഇയാൾക്ക് യൂണിവേഴ്സ് എന്താണെന്നോ കാര്യങ്ങൾ എന്താണെന്നോ അറിയില്ല, പക്ഷെ ഇയാള്
എന്താ പറയാ, ചില സിറ്റുവേഷൻസിൽ നമുക്കൊന്നും ചെയ്യാനില്ലാത്തപ്പോ നമ്മൾ എല്ലാം ദൈവത്തിന്റെ കൈകളിൽ ഏൽപ്പിക്കുക എന്നുള്ളതല്ലാതെ വേറൊന്നും നമുക്ക് ചെയ്യാനായിട്ടില്ല എന്ന് പറഞ്ഞോളം നിങ്ങളുടെ പേഴ്സണും ഒരു സറണ്ടറിങ് മൂഡിലാണ് ഈ ഒരു കണക്ഷനിലുള്ളത്. സറണ്ടറിങ് മോഡിലാണ് ഈ ഒരു കണക്ഷനിലുള്ളത്. നമുക്കതാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, സോ ഇവര് ഇപ്പം നിങ്ങളോട് സൈലന്റ് ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്നുണ്ടല്ലോ, നിങ്ങളോട് കണക്റ്റഡ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനൊരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിക്ക് ഇപ്പം നമ്മളിപ്പം ഒരു ക്ലാരിറ്റി ഇല്ല, നമ്മളൊരു റിലേഷൻഷിപ്പിൽ നിന്നിട്ട് കാര്യമില്ല. ഈ ഒരു വ്യക്തിക്ക് ഇവർക്ക് ക്ലാരിറ്റി ഇല്ല എന്നുള്ളതിനുപരി ഈ ഒരു വ്യക്തി നിങ്ങൾ ചോദിക്കുന്ന മറുപടിക്കുള്ള ആൻസർ ഈ ഒരു വ്യക്തിയുടെ കയ്യിലില്ല. ഇപ്പം ഇപ്പൊ നിങ്ങളാണെങ്കിലും ഓൾറെഡി നിങ്ങൾ ഇവരുമായിട്ട് നിങ്ങൾ റിട്ടേൺ വരും, ഈ ഒരു വ്യക്തി റിട്ടേൺ വരുമ്പോൾ നിങ്ങൾ കുറെ ചോദ്യങ്ങൾ ഈ ഒരു വ്യക്തിയോട് ചോദിക്കുന്നു, ഇവർക്ക് നന്നായിട്ട് അറിയാം. പക്ഷേങ്കിൽ ആ ഒരു ചോദ്യത്തിനുള്ള ആൻസർ ഈ ഒരു വ്യക്തിക്കില്ല. ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തിക്ക് വല്ലാത്ത സ്ട്രെസ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ സ്ട്രെസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും കാണിക്കുന്നത് ഞാൻ കിങ് ഓഫ് പെന്റിക്കിൾസ് ആണ്, എന്നെ ഇതൊന്നും എഫക്ട് ചെയ്യുന്നില്ല. എനിക്ക് നിങ്ങളുടെ വ്യക്തി വളരെയധികം വളരെ സെൽഫ് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. അവരുടെ ലൈഫിൽ കുറച്ച് റൂൾസും റെഗുലേഷൻസും ഒക്കെ ഉണ്ടാവും. അവർ ഭയങ്കര ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ചില ആളുകളുണ്ടല്ലോ, ലൈഫിൽ സ്ട്രിക്റ്റ് ആയിട്ട് പോലെ പല കാര്യങ്ങൾ ഫോളോ ചെയ്ത് പോകുന്ന ആളുകൾ ഉണ്ടാവാം. അപ്പം അങ്ങനെ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ജീവിത രീതി ആയിരിക്കാം, റുട്ടൈൻ ആയിരിക്കാം ഈ ഒരു വ്യക്തിയുടെ. അപ്പം ചിലരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില മസ്കുലൻ ആണെങ്കിലും ഫെമിനിൻ എനർജീസ് ആണെങ്കിലും അവരുടെ മനസ്സിൽ എന്താണെന്നുള്ളത് മുഖം നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവർ അത്രമാത്രം നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ നിന്നാലും അവർ മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ ഹാപ്പിയാണ്, ഞാൻ ഫൈൻ ആണെന്നുള്ള ഒരു എനർജീസ് ആയിരിക്കും കാണിക്കുന്നുണ്ടാവില്ല. എന്നെ ഇതൊന്നും അഫക്ട് ചെയ്യുന്നില്ല എന്നുള്ള ഒരു എനർജി ആയിരിക്കും കാണിക്കുന്നത്. അപ്പൊ ആ കൂട്ടത്തിലുള്ള ഒരു എനർജീസ് ആണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പം അങ്ങനത്തെ ഒരു എനർജിയാണ്. ഇപ്പം മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും ജനറലൈസ് റീഡിംഗ് ആണ്. സോ അപ്പൊ നിങ്ങൾ മെയിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഫീമെയിലിന് ആ ഒരു എനർജിയാണ്. ഇപ്പൊ നിങ്ങൾ ഫീമെയിൽ ആണ് കാണുന്നതെന്നുണ്ടെങ്കിൽ മെയിലിന് ഈ ഒരു എനർജീസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുള്ളത്. ഇത്രയും നാള് ഈ ഒരു കണക്ഷനിൽ ഒരു റീകൺസിലേഷൻ ഇല്ലാത്തതിന്റെ ഒരു മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഇയാൾക്ക് ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ഒരു കണക്ഷൻ ഇനിയിപ്പോ എല്ലാം ടോട്ടലി എൻഡ് ആയി, ഇതിൽ യാതൊന്നും ബാക്കിയില്ല, ഇനിയിപ്പോ ഇതിനൊരു സൊല്യൂഷൻസും ഇല്ല, ഈ ഒരു കണക്ഷനെ റീസ്റ്റാർട്ട് ചെയ്യാനും ഒരു ന്യൂ ബിഗിനിങ് ചെയ്യാനും യാതൊരു തരത്തിലുള്ള സൊല്യൂഷൻസും നിങ്ങൾ ഇല്ല എന്നുള്ള ഒരു എനർജിയിലായിരിക്കും നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെയല്ല. അപ്പൊ ഇവിടെ ഒരു ഗൈഡൻസ് നമുക്ക് യൂണിവേഴ്സ് തരുന്നത്, നിങ്ങൾക്ക് തരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കാമായിട്ടിരിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നുള്ളത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം എന്താ പറയാ കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെലവഴിക്കുക. ആ സമയത്ത് നമ്മൾ പീസ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് നമുക്ക് പല കാര്യങ്ങളിലും ഒരു ക്ലാരിറ്റി ഉണ്ടാവുന്നത്. എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക, മെഡിറ്റേഷൻസ് ഒക്കെ ഡെയിലി ചെയ്യാൻ ശ്രമിക്കുക, കാമായിട്ടിരിക്കും. ഇപ്പൊ നിങ്ങൾ വളരെയധികം മെന്റൽ കോൺഫ്ലിക്റ്റിലായിരിക്കും ഉള്ളത്. ഇപ്പൊ ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും സമാധാനം ഉണ്ടാവില്ല, എപ്പോഴും ഒരു മെന്റൽ കോൺഫ്ലിക്റ്റും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. ഫ്രീ ഇരിക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടാവില്ല. അപ്പം എന്ന് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഇവിടെ കാമായിട്ടിരിക്കാന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഇതിന്റെ ആൻസർ ഉണ്ട്. ഈ ഒരു കണക്ഷൻ അല്ലെ ഈ ഒരു റിലേഷൻഷിപ്പിന് എന്താണ് ഇൻ ഫ്യൂച്ചർ എനർജീസ്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ എനർജീസ്. ചില സമയത്ത് നമുക്ക് സിറ്റുവേഷൻസിൽ അനലൈസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നുണ്ടാവും. ബട്ട് നമ്മൾ അത്രയ്ക്കും ഒരു ക്ഷമ ഉണ്ടാവില്ല, നമ്മൾ ഓവർ തിങ്ക് ചെയ്തിരിക്കുന്നുണ്ടാവും. കാരണം നമ്മുടെ കോൺഷ്യസ് മൈൻഡ് എപ്പോഴും ബഗ് 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 എന്ന് പറഞ്ഞിങ്ങനെ ചലച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് പറയുന്ന കാര്യങ്ങളെ കേൾക്കാനായിട്ട് നമ്മൾ അനുവദിക്കുന്നുണ്ടാവില്ല. കാരണം എന്താ, സബ് കോൺഷ്യസ് മൈൻഡ് എപ്പോഴും കിങ് എന്നുള്ള ഒരു എനർജിയിലാണ് നിൽക്കുന്നുള്ളത്, നമ്മളെ ഭരിക്കുക എന്നുള്ള ഒരു എനർജിയിൽ. അപ്പൊ നമ്മൾ എപ്പോഴും ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡിനെ ഒരു കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ കൺട്രോൾ ചെയ്യാനാണ് നമ്മൾ പറയുന്നുള്ളത് മെഡിറ്റേഷൻ ചെയ്യാനായിട്ട്. അപ്പൊ കോൺഷ്യസ് മൈൻഡിനെ കൺട്രോൾ ചെയ്യുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവും. പക്ഷെ പലപ്പോഴും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മെഡിറ്റേഷൻ ചെയ്യണം എന്നുള്ളത്. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പൂർണ്ണമാകാത്തതിനുള്ള ഒരു മെയിൻ റീസണും അതാണ്. അപ്പം നമ്മൾ ഓൾറെഡി അറിയാം, നമ്മൾ പല കാര്യങ്ങളും മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്താണ്, പ്രസന്റ് ടെൻസിലാണ്, നടന്നു കഴിഞ്ഞു എന്നുള്ള രീതിക്ക്. അപ്പം കോൺഷ്യസ് മൈൻഡ് പറയും ചുമ്മാ നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് 24/7, ഇതല്ല റിയാലിറ്റി, ഇതാണ് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിലേക്ക് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും കണ്ടിന്യൂസ് ആയിട്ട്. ഇത് റിയാലിറ്റി അല്ല, ഇത് റിയാലിറ്റി അല്ല. കാരണം കോൺഷ്യസ് മൈൻഡിന് അറിയാം നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളാണ് എടുക്കുന്നുള്ളത്. അത് സബ് കോൺഷ്യസ് മൈൻഡിലാണ്. പക്ഷെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് എത്താനായിട്ട് അനുവദിക്കുന്നുണ്ടാവില്ല. അപ്പൊ തന്നെ കോൺഷ്യസ് മൈൻഡ് നമ്മളിലേക്ക് ഓവർ തിങ്കിങ് കൊണ്ടുവന്ന് നമ്മളെ ടോട്ടലി നെഗറ്റീവ് ആക്കി കളയും. ഓക്കെ, അപ്പൊ ആ മാനിഫെസ്റ്റേഷൻസ് വർക്ക്ഔട്ട് ആവാതിരിക്കും. കാരണം നമ്മൾ ഓൾറെഡി നെഗറ്റീവ് ആവും. അപ്പം എപ്പോഴും സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ മാനിഫെസ്റ്റേഷൻസ് ടെക്നിക്സ് ഒന്നും നമുക്ക് വർക്ക്ഔട്ട് ആയി കിട്ടാതിരിക്കുന്നുള്ളത്. അത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. അപ്പം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിനെ നിങ്ങൾ കുറച്ചു നേരം മിണ്ടാതിരിക്കുക.
എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ട് അവിടെ കൺട്രോൾ വെക്കുക. അപ്പം നമുക്കത് പറ്റത്തില്ല. എന്നാലും ഓരോരോ കാര്യങ്ങളും പല പല തോട്ട്സും കാര്യങ്ങളും മെമ്മറീസും നമ്മളെ ഡൗൺ ആക്കാനൊക്കെ കോൺഷ്യസ് മൈൻഡ്, കാരണം അത് കോൺഷ്യസ് മൈൻഡ് ആണ്. എന്താണ് പ്രസന്റ്ലി നടക്കുന്നത് അതിനെ നന്നായിട്ട് അറിയാം. അതിന്റെ ഫംഗ്ഷനും അത് തന്നെയാണ്. പക്ഷെ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിനെ എത്രമാത്രം അലൈൻ ചെയ്യുന്നു അത്രമാത്രം നമുക്ക് ഇൻ പ്രസന്റിൽ പല കാര്യങ്ങളെയും മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടാവും. അപ്പൊ നിങ്ങളത് ശ്രദ്ധിക്കുക. ഇപ്പൊ നിങ്ങളുടെ ഈ ഒരു കണക്ഷൻ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇത് മാനിഫെസ്റ്റ് ആവാനുള്ള ഒരു റീസൺ ഇതാണ്. സോ അതുപോലെ തന്നെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്താലും മെഡിറ്റേഷൻ ചെയ്താലും നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം. സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക. ആ ടൈമിൽ നിങ്ങൾക്ക് തന്നെ ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ടുള്ള ഈ ഒരു കണക്ഷനായിട്ടുള്ള റൈറ്റ് സൊല്യൂഷൻ നിങ്ങൾക്ക് തന്നെ യൂണിവേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഡിവൈൻ പവർ, നിങ്ങളുടെ സോൾ നിങ്ങൾക്ക് കാണിച്ചു തരുമെന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുള്ളത്. ഓക്കെ, ലാസ്റ്റ് ടൈം നമ്മൾ കുറെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് റീഡിങ്സിനെ കഴിഞ്ഞും കൂടുതൽ. അപ്പം നമ്മൾ പലപ്പോഴും യൂണിവേഴ്സുമായിട്ട് ഡയറക്റ്റ് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു ടൈമിലായിരിക്കും നമുക്ക് പല കാര്യങ്ങൾക്കും കിട്ടാത്ത കുറെ ചോദ്യത്തിനുള്ള ആൻസേഴ്സ് വരുന്നുണ്ടാവുക. നമ്മൾ ചിലപ്പം ടോട്ടലി അങ്ങ് സ്പിരിച്വാലിറ്റിയിലേക്ക് പോകുമ്പോഴായിരിക്കും പോയിട്ടുള്ളവരൊക്കെ തിരിച്ചു വരുന്നുണ്ടാവുക. ഇങ്ങനെ ഒരു എനർജി ഉണ്ടല്ലോ, നമ്മുടെ എനർജി ചേഞ്ചസ് ആണ്, എനർജി ഷിഫ്റ്റ് ആവുന്നതിന്റെ ഒരു എനർജി ഷിഫ്റ്റിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെയൊക്കെ പല പോയിട്ടുള്ള ആളുകളും റിട്ടേൺ വരുന്നുള്ളത്. ഓക്കെ, സോ അങ്ങനത്തെ ഒരു എനർജി നിങ്ങളുടെ പേഴ്സണൽ എനർജീസിൽ നിങ്ങൾക്കുള്ള ഒരു ഗൈഡൻസ് ഇതാണ്. അപ്പം ഈ ഒരു സിറ്റുവേഷൻസിൽ ഈ ഒരു പേഴ്സണും ഒരു ഹീലിംഗിന്റെ എനർജിയിലാണ്, ആൾക്കും ഒരു ക്ലാരിറ്റി ഇല്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു സൈലന്റ് ട്രീറ്റ്മെന്റ് തരുന്നത്. ഇത്ര ലോങ് ആയിട്ട് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ നിങ്ങൾക്ക് വരുന്നുള്ളത്. ഓക്കെ, അപ്പൊ ആ എനർജീസ് ആണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഇവിടെ ഡെവിലിന്റെ കാർഡ് നമുക്ക് വന്നിട്ടുണ്ട്. ഇവർ ഭയങ്കരമായിട്ട് നിങ്ങളിൽ അഡിക്റ്റഡ് ആണ്, നല്ല രീതിക്ക് നിങ്ങളോട് അഡിക്ഷൻ ഉണ്ട്. അപ്പം അഡിക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണൽ എനർജീസ് ആണെങ്കിലും പലപ്പോഴും നിങ്ങളെ കൺട്രോൾ ചെയ്യാനായിട്ട് മാക്സിമം ഈ ഒരു വ്യക്തി ശ്രമിച്ചിട്ടുണ്ടാവാം. ഓക്കെ, ഞാൻ പറയുന്നത് കേട്ടില്ല എന്നുണ്ടെങ്കിൽ നിനക്കൊരു സ്റ്റെബിലിറ്റിയോ കമ്മിറ്റ്മെന്റോ ഇല്ല എന്നുള്ള ഒരു സ്ട്രോങ് ടോക്സിക് ആയിട്ട് ഈ ഒരു കണക്ഷൻ പലപ്പോഴും മാറിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് അത് വല്ലാത്തൊരു സ്ട്രെസ്സും തന്നിട്ടുണ്ടാവാം. ഈ ഒരു ടൈമിലാണെങ്കിൽ ഇവർക്ക് നിങ്ങളോട് ഇത്രയധികം ഒരു അഡിക്ഷൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം പക്ഷെ എന്നാൽ പോലും ഈ ഒരു വ്യക്തിക്ക് ഈഗോ ഉണ്ട്, ആറ്റിറ്റ്യൂഡ് ഉണ്ട്. സോ അപ്പം ഇയാൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനാണ് എന്റെ ഡെസ്റ്റിനിയെ ക്രിയേറ്റ് ചെയ്യുന്നത്, ഞാനാണ് എന്റെ ഡെസ്റ്റിനിയെ കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ള ഒരു എനർജി ഉണ്ട്. ചില മനുഷ്യർക്ക് അങ്ങനെ ഈഗോ തലയ്ക്ക് പിടിക്കുമ്പോഴേക്കും അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം തന്നെയാണ്, ആ ഡിവൈൻ പവറാണ് നമ്മളെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യിപ്പിക്കുന്നുള്ളത്. പക്ഷെ ഈ ഒരു വ്യക്തി ബിലീവ് ചെയ്യുന്നത്, ഇപ്പൊ നിങ്ങൾ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾ എന്നോട് ചെയ്തതിനൊക്കെ ഉള്ള കർമ്മ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും എന്ന് നിങ്ങൾ പറഞ്ഞപ്പോ ഈ ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ടാവും, ഞാനാണ് ഡെസ്റ്റിനിയെ കൺട്രോൾ ചെയ്യുന്നത്, നീ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എനിക്ക് കേൾക്കുന്നത് എന്ന് ആ ഒരു വ്യക്തി നിങ്ങളെ പരിഹസിച്ച് പറഞ്ഞിട്ടുണ്ടാവാം. ഓക്കെ, സോ അപ്പം ഈ ഒരു വ്യക്തിക്ക് അങ്ങനത്തെ ഒരു വല്ലാത്തൊരു ഈഗോ ഉണ്ട്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടും കോൺഫിഡൻസ് ഉണ്ട്. എന്റെ ഡെസ്റ്റിനി ഞാനാണ് ക്രിയേറ്റ് ചെയ്തത്, ഞാൻ അറിയാത്ത ഒരു കാര്യങ്ങൾ എന്റെ ലൈഫിൽ നടക്കുന്നുണ്ടാവില്ല എന്നുള്ള ഒരു എനർജിയൊക്കെ ഈ ഒരു വ്യക്തിക്കുണ്ട്. നമുക്ക് അതും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തിക്ക് യാതൊരു തരത്തിലുള്ള ക്ലാരിറ്റി ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇവർക്ക് നിങ്ങളെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ട് എങ്ങനെ ഇരിക്കണം എന്നൊന്നും ഈ ഒരു വ്യക്തിക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് ഇവർ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവാതിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവും. ഏസ് മീൻസ് ന്യൂ ബിഗിനിങ്. ഇവിടെ ന്യൂ ബിഗിനിങ് ഉണ്ടാവും, പക്ഷെ അതിന് കുറച്ച് സമയം എടുക്കും. ഈ ഹാങ്ഡ് മാൻ എന്നുള്ള ഒരു സ്റ്റേജിൽ മാറിയിട്ട് ഇവിടെ ഈ നൈറ്റ് ഓഫ് സോഴ്സ് മുകളിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ആക്ഷൻ വന്നേനെ. ബട്ട് ഇവിടെ ഒരു ആക്ഷൻ ഉണ്ട്, അതിന് കുറച്ച് ലാഗ് ഉണ്ട്. ലാഗ് എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി സ്റ്റക്ക് ആയിട്ടിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് വെളിയിൽ വരണം. വെളിയിൽ വന്നാൽ മാത്രമായിരിക്കും ഇവിടെ ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിക്കുള്ള ഒരു റീകോൺസിലേഷൻ ഇവിടെ പോസിബിൾ ആവുന്നത്. ഓക്കെ, ഇവിടെ 10 ഓഫ് വാൻഡ്സിന്റെ എനർജീസ് വന്നിട്ടുണ്ട്. സോ അപ്പം ഇവിടെ ഈ ഒരു വ്യക്തി ഈ ഒരു ടൈമിൽ വല്ലാത്തൊരു ബേർഡനിലും ടെൻഷനിലുമാണ്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പേഴ്സൺ മാരിഡ് ആണെന്നുണ്ടെങ്കിൽ ഫാമിലിയിലെ റെസ്പോൺസിബിലിറ്റി ഒത്തിരി അധികം ഉണ്ടാകും, മാരിറ്റൽ റിലേഷൻഷിപ്പ് ആണെങ്കിൽ. അല്ലെങ്കിലും ഇവിടെ ഈ ഒരു വ്യക്തി ഒത്തിരി അധികം ഫാമിലി എന്നുള്ള എനർജിയിൽ നിൽക്കുന്നതുകൊണ്ട് അയാൾക്ക് ഫാമിലിയിലെ തന്നെ ഒത്തിരി അധികം ബേർഡൻസും ടെൻഷൻസും ഉണ്ടാവും. അതിന്റെ ഇടയ്ക്കായിരിക്കും നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നുള്ളത്. ഓക്കെ, സോ അപ്പം അങ്ങനെ നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊരു ടെമ്പററി പാറ്റേൺ ആണ്, ഇതെല്ലാം റിമൂവ് ആയി പോകുന്നുണ്ടാവും. എല്ലാ കാര്യങ്ങളും പെർമനന്റ് ആയിട്ട് ലൈഫിൽ ഇരിക്കണം എന്നില്ല. ഓക്കെ, സിറ്റുവേഷൻസ് ഒക്കെ ആണെങ്കിലും നമ്മൾ പറയില്ലേ ഈ ഒരു ടൈമും കടന്നു പോകുമെന്ന് പറഞ്ഞ പോലെ എല്ലാ സിറ്റുവേഷൻസും ടെമ്പററി ആയിരിക്കും, അത് പെർമനന്റ് ആയിട്ട് ഒന്നും ഇരിക്കത്തില്ല. അപ്പൊ നിങ്ങൾ അത് ഓർത്തിട്ടൊന്നും വറീഡ് ആവണ്ട. അപ്പൊ നിങ്ങൾ മാക്സിമം പോസിറ്റീവ് ആയിട്ടിരിക്കുക, സെൽഫ് ലവ് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക. സോ അപ്പം ആ ഒരു എനർജീസ്. പിന്നെ നിങ്ങൾ പലരും വളരെയും പേഴ്സൺ എനിക്ക് തോന്നുന്നു
ഇവിടെ ജോബ് റിലേറ്റഡ് ആയിട്ടായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സെപ്പറേഷൻ വന്നിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിയുടെ ഷോൾഡറിൽ കുറേ വർക്കുകൾ ചെയ്യാനുണ്ടാവും. അതുകൊണ്ട് നിങ്ങളോട് സംസാരിക്കാനായിട്ടൊന്നും പറ്റുന്നുണ്ടാവില്ല. എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഒത്തിരി അധികം ഉണ്ടാവാം. അപ്പം അതൊക്കെ കൊണ്ടായിരിക്കാം ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവാത്തത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതും ഒരു വിട് ഓക്കെ, പട്ടിക്കുഞ്ഞ് ഇവിടെ വന്നിട്ട് കടിക്കുകയാണ്. അപ്പം ആ ഒരു എനർജീസ്, അങ്ങനെയുള്ള ഒരു എനർജീസ് ആണെങ്കിൽ ഇവരുടെ ഇവരുടെ ആ ഒരു ബേർഡൻ അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു ടെൻഷൻസ് കൊണ്ടാണ് ഇവർ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവാതിരിക്കുന്നത്. പക്ഷെ അതിന്റെ കൂടെ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള മറ്റു എനർജീസും കൂടെ, നേരത്തെ ഫസ്റ്റിലെ പറഞ്ഞിട്ടുള്ള എനർജീസ് കൂടെ ഇവർക്കുണ്ട്. അപ്പം അതും എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഈ ഒരു കണക്ഷനിൽ നിങ്ങളോട് എന്താണോ ഈ ഒരു വ്യക്തി ചെയ്തത് അതിന് ഈ ഒരു വ്യക്തി സോറിയും ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ സോറി ഫീൽ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങളോട് ആ ഒരു സോറി, നമ്മൾ എന്തും ഒരാളോട് പറയുമ്പോഴാണല്ലോ അതിലൊരു ഇത് വരുന്നത്. പക്ഷെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ചെയ്തതിനൊക്കെ ഒരു സോറി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു വ്യക്തി ആ ഒരു സോറി ഫീൽ ചെയ്യുന്നുണ്ട്, ഞാൻ ഇതിനോട് ചെയ്തതിന് സോറി ഫീൽ ചെയ്യുന്നുള്ളത് നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടാവില്ല. പലപ്പോഴും പല കാര്യങ്ങളിലും എനിക്ക് തോന്നുന്നു നമ്മളൊരു സോറി പറഞ്ഞാൽ തന്നെ തീരാവുന്ന പ്രശ്നങ്ങളായിരിക്കും നമ്മുടെ ലൈഫിലുള്ളത്. പക്ഷെങ്കിൽ സോറി പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ തീരാവുന്ന ഒരു പിണക്കങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ. അപ്പം സോറി പറയാനുള്ള ഒരു എനർജീസ് ഒന്നും ഈ ഒരു വ്യക്തിക്ക് ഇല്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ സയൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എർത്ത് സൈൻ, ജെമിനൈ, ലിബ്ര, അക്വേരിയസ് എയർ സൈൻ. ദെൻ നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത് വാട്ടർ സൈൻ വന്നിട്ടുണ്ട്. വാട്ടർ സൈനിൽ ലിബ്ര, സ്കോർപ്പിയോയുടെ എനർജീസ് വന്നിട്ടുണ്ട്. പിന്നെ ടോറസ്, ജെമിനയുടെ എനർജീസ് ഉണ്ട്. ജൂപ്പിറ്റർ, ലിബ്രയുടെ എനർജീസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ദെൻ ഫോർ സം ഓഫ് യു എനിക്ക് തോന്നുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് കിങ്ങിന്റെയും ക്യൂൻസിന്റെയും മേജർ അർഗാന നമുക്ക് മൂണാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഡെവിലാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പം കുറച്ച് ലാഗ് ഉണ്ട് ഇവിടെ ഈ ഒരു കണക്ഷനിൽ കുറെ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് അൺഫോൾഡ് ആവാനായിട്ടുണ്ട്. സോ അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങൾ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കണക്ഷന് വേണ്ടിയിട്ട് പോയി എഫോർട്ട് എടുക്കുക എന്നുള്ള ഒരു എനർജീസ് അല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ നിങ്ങളിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങളിൽ ഫോക്കസ് ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ആവശ്യമുള്ള ആൻസേഴ്സ് ഡിവൈൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിനു മുമ്പായിട്ട് ഞാൻ നിങ്ങൾക്കൊരു ഏഞ്ചൽ ഗൈഡൻസ് കൂടി ഞാൻ നോക്കാം. കാരണം ഏഞ്ചൽ ഗൈഡൻസ് ഇമ്പോർട്ടന്റ് ആണ്. ലെറ്റ്സ് ചെക്ക്. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. എന്റെ വ്യൂവേഴ്സിന് എന്ത് ഗൈഡൻസ് ആണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുള്ളത്? ബിക്കോസ് അത് നോക്കുമ്പോഴാണ് ഈ ഒരു റീഡിംഗിൽ ഒരു പൂർണ്ണത വരുന്നതെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഇവിടെ വെയിറ്റ് എന്നുള്ള ഒരു എനർജി വന്നിട്ടുണ്ട്. ഫോർ സം ഓഫ് യു ഇവിടെ വെയിറ്റ് ചെയ്യാനാണ് ഇവിടെ ഏഞ്ചൽസ് പറയുന്നുള്ളത്. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഇവിടെ ഒരു വെയിറ്റിംഗിന്റെ എനർജി വരുന്നത്. മേ ബി അതൊരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടായിരിക്കാം. അല്ലെങ്കിൽ ചില പ്രശ്നങ്ങളൊക്കെ സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്ന പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ അങ്ങനെയുള്ളവർക്ക് വെയിറ്റ് ചെയ്യാനാണ് ഏഞ്ചൽസ് പറയുന്നുള്ളത്. സോ അപ്പം there is something better for some of you. ഇവിടെ there is something better. നിങ്ങൾക്ക് ഇതിനെ കഴിഞ്ഞും ബെറ്റർ ആയിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ പേഴ്സൺ ആയിക്കോട്ടെ ആരാണെങ്കിലും വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇതിനെ കഴിഞ്ഞും ബെറ്റർ ആയിട്ടുള്ള നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻസിൽ അഗെയിൻ ഒരു ഗൈഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെറ്റ് മോർ ഇൻഫോർമേഷൻ എന്നാണ്. ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് വലിയ ഗ്രാഹ്യമില്ല. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണ്. നിങ്ങൾ ഈ ഒരു വ്യക്തിയെ കണ്ടിട്ടില്ല, നിങ്ങൾക്ക് അവരെ കുറിച്ച് ഒന്നും അറിയത്തില്ല എന്നൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഇവർ പറയുന്ന കാര്യത്തിൽ ബ്ലൈൻഡ്ലി ട്രസ്റ്റ് ചെയ്യാതെ എന്താണ് എക്സാക്ട് സിറ്റുവേഷൻ എന്ന് നിങ്ങൾ അന്വേഷിക്കാനാണ് ഏഞ്ചൽസ് പറയുന്നുള്ളത്. ഓക്കെ, സോ അപ്പം ആ ഒരു എനർജീസും ഉണ്ട്. അപ്പം ഇനി എന്തായാലും ഒരു വൈൻഡപ്പ് പറയുന്നില്ല. സോ താങ്ക് യു സോ മച്ച്.